നമസ്കാരം. മഷ്റൂം മസാലയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് തന്നെ മഷ്റൂം കുറച്ച് വെള്ളത്തിലേക്ക് എടുത്തിടുക. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് പാനിലേക്ക് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കൽപ്പാസി, ബേ ലീഫ്, ഏലക്ക, പട്ട ഇത്ര ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് ഇഞ്ചി, ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, കാഷ്യൂനട്ട് ഒരു 5-6 പീസ് കാഷ്യൂനട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. നമ്മൾ തക്കാളിയും ഉള്ളിയെല്ലാം നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് പാതി എടുത്തിട്ട് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. കാഷ്യൂനട്ടെല്ലാം അരയ്ക്കുന്നതിലേക്ക് എടുത്ത് മാറ്റി വെച്ച് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. പാനിൽ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് ചൂടായതിന് ശേഷം അതിലേക്ക് മഷ്റൂമും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് മൂടി വയ്ക്കാം. നമ്മുടെ മഷ്റൂം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് പുതിന, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ തിക്കായിട്ടുള്ള മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.